ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലും നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരുമിച്ചൊരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല വസ്ത്രത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്കായി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തദാസനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. പ്രാർത്ഥനയോട് തന്നെ തുറന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെയായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധമാവ് നമ്മോട് ഇടപെടേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരുക്കത്തോടെ നമുക്ക് ആ തിരുമുഖത്തേക്ക് നോക്കാം. 107 സങ്കീർത്തനമാണല്ലോ നമ്മുടെ ധ്യാനത്തിനായി ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ പല ഗ്രൂപ്പുകളെ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. വീണ്ടെടുക്കപ്പെട്ടവർ, മത്സരികൾ, ഭോഷന്മാർ, സമുദ്രത്തിൽ യാത്ര ചെയ്തവർ, അത് 2 സെഷനായിട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത 40 വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്ന പകരുകയും മതി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രഭുക്കന്മാരുടെ വീഴ്ച അഥവാ പ്രഭുക്കന്മാരുടെ മേൽ വന്ന നിന്ന. ആരാണ് ഈ പ്രഭുക്കന്മാർ? നമുക്കറിയാം, ഉന്നതന്മാർക്ക് കൊടുക്കുന്ന പേരാണ് പ്രഭുക്കന്മാർ. ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലുണ്ടാകും. എന്നാൽ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു വിഭാഗം ഏത് കാലത്തും ഏത് ദേശത്തും ഏത് കാലഘട്ടത്തിലും ഉണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രഭുക്കന്മാർ അഥവാ ഉന്നതന്മാർ, നമ്മൾ വായിച്ച വാക്യത്തിൽ വായിച്ചതിങ്ങനെയാണല്ലോ, അവന് പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരും. അവരെ ലോകത്തിന് നിന്ദിക്കാൻ കഴിയത്തില്ല, കാരണം അവരുന്നതരാ. പക്ഷെങ്കിൽ ദൈവം അവരെ നിന്ദിച്ചു. ആ ഭാഗത്തേക്ക് ഇറങ്ങും മുമ്പ് ആരാണ് പ്രഭുക്കന്മാർ? ഒരു വാക്യം നമുക്കൊന്ന് നോക്കാം. സംഖ്യാപുസ്തകം 13 അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ പ്രാരംഭത്തിലൊന്ന് വായിച്ചോളൂ. മതി. ആ വാക്യം നമ്മൾ കേട്ടല്ലോ, അവസാനിപ്പിച്ചത് അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെയെങ്കിൽ കനാൻ നാട് ഒറ്റുനോക്കാൻ അയച്ച 12 ഗോത്രത്തിൽ നിന്നും അയച്ചത് ആരെയാ? വായിച്ച് അവസാനിപ്പിച്ച ഭാഗം ശ്രദ്ധിച്ചല്ലോ. അവരെല്ലാവരും പ്രഭുക്കന്മാരാ. ഈ പ്രഭുക്കന്മാർക്കൊരു പ്രശ്നം, അവർക്കെല്ലാം ഉണ്ട്. ചില ട്രാൻസ്ലേഷനിൽ ലോഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ചിലയിടത്ത് ലീഡേഴ്സ് എന്ന. എന്താണേലും ഉന്നതന്മാരാ. ഉന്നതന്മാർക്ക് ദൈവത്തെ അന്വേഷിക്കണമെന്നില്ല. അവർക്ക് അവരുടേതായ ഉന്നതിയുണ്ട്, ഉയർച്ചയുണ്ട്. നമുക്ക് ആ ചരിത്രം പറയാമെന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടിച്ചങ്ങ് പോവുക. ഈ 12 പ്രഭുക്കന്മാർ പോയപ്പോൾ അവർ അവിടെ ചെന്നപ്പോൾ അവരെക്കാൾ വലിയ പ്രഭുക്കന്മാരെ കണ്ടു, അനാക്യമല്ലന്മാരെ കണ്ടു. അവിടുത്തെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ദേശം നല്ലതാണ്, ഇവർ ഓൾറെഡി പ്രഭുക്കന്മാരാണ്. അവിടെ ചെന്നപ്പോൾ അവർ കണ്ടത് ഞങ്ങളെക്കാൾ വലിയ പ്രഭുക്കന്മാർ. അവരെന്തോ പറഞ്ഞു? അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളിയാണ്. എന്നാൽ 2 പേർ, അവരും പ്രഭുക്കന്മാരാണ്, പക്ഷെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് അവരുടെ പ്രഭു ദൈവമാണ്. 10 പേരുടെ പ്രഭു അല്ലെങ്കിൽ വലിയവൻ അവർ തന്നെയാണ്. അവർ നോക്കിയപ്പോൾ ഞങ്ങളാണ് വലിയ ആൾക്കാർ. അപ്പം ദൈവം ഞങ്ങൾക്ക് വലുതല്ല, ഞങ്ങൾ വലുതാണ്. അവിടെ ചെന്നപ്പോഴുള്ള പ്രശ്നം, അവരെക്കാൾ വലിയവരെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞങ്ങൾ അവരുടെ മുമ്പിൽ ചെറുതാണ്. എന്നാൽ 2 പേരുടെ പ്രത്യേകത, അവർ വലിയവരാണെങ്കിലും അവരുടെ ചിന്ത ഞങ്ങൾ ചെറിയവരാ, ഞങ്ങളെ വലിയവനാരാ? ദൈവമാ. വലിയവനായ ദൈവത്തെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ ഞങ്ങളെക്കാൾ വലുതാണെങ്കിലും ദൈവത്തെക്കാൾ വലുതല്ല. ഈ കാഴ്ചപ്പാട് 2 പേർക്കേ ഉണ്ടായുള്ളൂ. വ്യക്തമായി നമ്മൾ ഓർക്കണം, ഈ ജീവിതത്തിൽ ദൈവം ഉയർച്ച തരും, നന്മ തരും, ഉന്നതിയിലേക്ക് എത്തിക്കും, പ്രഭുക്കന്മാരാക്കും. ഈ ഉന്നതിയിലെത്തുമ്പോൾ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, അപ്പോഴും പറയണം എനിക്കൊരു പ്രഭു ഉണ്ട്. എന്നെ ദൈവം എത്ര ഉന്നതനാക്കിയാലും എൻ്റെ മേൽ വാഴുന്നൊരു ഉന്നതനുണ്ട്. ഒരു അത്യുന്നതൻ എൻ്റെ മേൽ വാഴുന്നെങ്കിൽ ഞാനല്ല വലുത്, എൻ്റെ ദൈവമാ വലുത്.
എൻ്റെ ദൈവമാണ് വലുതെന്ന് ബോധ്യം വന്നാൽ ഭൗതികമായോ ശാരീരികമായോ ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ എത്ര ഉന്നതമായാലും എത്ര പ്രഭുവായാലും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, എന്നേക്കാൾ വലുതെൻ്റെ ദൈവമാണ്. ദൈവത്തെ വലുതായി കാണുന്നവന് തന്നെക്കാൾ വലിയവനെ കാണുമ്പോൾ അവൻ അവിടെ താഴത്തില്ല, അല്ലെങ്കിൽ പരിഭ്രമിക്കത്തില്ല, ഭയപ്പെടത്തില്ല. കാരണം എന്നേക്കാൾ വലിയവനുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഈ പ്രഭുക്കന്മാർക്ക് പറ്റിയ പരാജയം അതാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവരവിടെ ചെന്നേച്ച് പറഞ്ഞു, നമ്മളെ കൊണ്ടൊക്കത്തില്ല, അവർ വലിയവരാ. ഞാൻ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് മുന്നോട്ട് പോകാം. ചരിത്രം നമുക്കറിയാമല്ലോ, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രഭുക്കന്മാർ ദൈവത്തെ വലുതായി കാണാഞ്ഞതുകൊണ്ട് ദൈവം ഇവരെ മരുഭൂമിയിലൂടെ നടത്തി. വ്യക്തമായി ഓർക്കണം, എന്തുകൊണ്ടാണ് ജീവിതത്തിൽ മരുഭൂമി വരുന്നത്? ഞാൻ പ്രഭുവാ, എനിക്ക് ദൈവം ഒരു വിഷയമല്ലെന്ന് ചിന്തിച്ചാൽ ഓർത്തോണം, ദൈവം ഈ പ്രഭുക്കന്മാരെ മരുഭൂമിയിലൂടെ നടത്തുന്ന ദൈവമാണ്. സങ്കീർത്തനത്തൊക്കെ നിന്ന് മടങ്ങി വന്നിട്ട് ഒരു വാക്യം നമുക്ക് ആ ഭാഗത്ത് തന്നെ ഒന്ന് ഓർത്ത് മുന്നോട്ട് പോകാം. 33 വാക്യം ഒന്ന് വായിച്ചേ. പ്രഭുക്കന്മാർക്ക് പറ്റിയ പരാജയം. ആ വായിച്ചോളൂ. മതി. അങ്ങനെയെങ്കിൽ ഈ പ്രഭുക്കന്മാരുടെ ദുഷ്ടത നിമിത്തം, ദുഷ്ടത എന്ന് പറയുമ്പോൾ ഞാനാണ് വലുത്, ദൈവമല്ല വലുത്, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ പ്രഭുവാ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, ഞാൻ ലീഡറാ, ഈ ചിന്ത ഉള്ളിൽ വന്നപ്പോൾ ആ ദുഷ്ടത നിമിത്തം, അവരുടെ ഉള്ളിലേക്ക് വന്ന ആ ഹൃദയ കാഠിന്യം നിമിത്തം, അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്ന എന്താ? അവൻ നദികളെ, നദി ഒരു കാലത്ത് ഒഴുകിയിരുന്നു, നദി വറ്റിപ്പോയി, വെള്ളമില്ലാതെ വന്നപ്പോൾ ആ ദേശം മരുഭൂമിയായി മാറി. അടുത്ത വാചകത്തിൽ നീരുറവകളെ ഉറവ വറ്റി, ദേശം വരണ്ടു. ഫലപുഷ്ടമായ ആ ഉറവകളാൽ സമ്പുഷ്ടമായ സമ്പന്നമായ ദേശം ഉറവ വറ്റിയപ്പോൾ വരണ്ട നിലമായി തീർന്നില്ല. അടുത്തത് ഫലപ്രദമായ ഭൂമിയെ ഉവർനിലം, ഡ്രൈ ലാൻഡ്, ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത ദേശമാക്കി മാറ്റി. കാരണം എന്നാ? ദുഷ്ടത. എന്താ ദുഷ്ടത? പ്രഭു ദൈവത്തെ അംഗീകരിച്ചില്ല. ദൈവത്തെ അംഗീകരിക്കേണ്ടതിന് പകരം, ദൈവത്തിന് ബഹുമാനം കൊടുക്കേണ്ടതിന് പകരം ഞാൻ ഉന്നതൻ, ഞാൻ വലിയവൻ, ഈ ചിന്ത ഉള്ളിലേക്ക് കയറിയപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷയാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ജനത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കണമെന്നില്ല, ഞാൻ ആ ഭാഗം പറഞ്ഞു വിടാം. കാദേശ് ബർന്നയിൽ നിന്ന് ഒറ്റുകാർ കടന്നുപോയി. ആദ്യത്തെ എഴുതിയിട്ടുണ്ട്. മോശ പ്രത്യേകം പറയുന്നൊരു പദമുണ്ട്, 11 ദിവസത്തെ വഴിദൂരം മാത്രം. 11 ദിവസത്തെ വഴിയാണ് ഈ കാദേശ് ബർന്നയിൽ നിന്ന് ഇവർക്ക് കനാനിലേക്കുള്ളത്. 11 ദിവസം കൊണ്ട് ഇവരവിടെ ചെന്നു, അവിടെ ഒറ്റുനോക്കി, 11 ദിവസം കൊണ്ട് മടങ്ങി വന്നു. ഇതെല്ലാം കൂടെ ചേർത്താണ് 40 ദിവസം ഇവരെടുത്തത്. ദൈവം മോശയോട് കോപത്തോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ദേശം, 11 ദിവസം കൊണ്ട് ഇവർക്ക് എത്തിച്ചേരാവുന്ന ദേശം, പ്രഭുക്കന്മാർ പോയിട്ട് എന്നെ ചെറുതാക്കിക്കൊണ്ട് അവിടുത്തെ പ്രഭുക്കന്മാരെ വലുതായി കണ്ടപ്പോൾ നിങ്ങൾ 40 ദിവസത്തിനൊത്തവണ്ണം, ഒരു ദിവസത്തിന് 1 സംവത്സരം വെച്ച് 40 സംവത്സരം നിങ്ങൾ മരുഭൂമിയിലൂടെ കറങ്ങണം, ചുറ്റണം. വീണ്ടും ഞാൻ പറഞ്ഞോട്ടെ, കാരണം ഒറ്റ വാക്കി പറഞ്ഞോട്ടെ, ദൈവത്തെക്കാൾ വലുത് അവരായിട്ട് അവർക്ക് തോന്നി. ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ ദൈവമക്കൾ നമ്മളെ ഒന്ന് കാണണം. എന്നെങ്കിലും ഞാൻ എന്തോ ആണെന്നൊരു തോന്നലുണ്ടായെങ്കിൽ, യെസ്, ഹല്ലേലൂയ, ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ എന്തോ എന്ന് എനിക്കൊരു തോന്നലുണ്ടെങ്കിൽ എന്നേക്കാൾ വലിയവനെ കാണുമ്പോൾ ഞാൻ ഓർക്കും ഞാൻ അവിടെ ചെറുതാ. പക്ഷെ അവിടെയും ഞാൻ തൻ്റെ അടുത്തോടെ നിൽക്കാൻ എനിക്ക് കഴിയണമെങ്കിൽ, ഞാനല്ല വലുത്, എന്നേക്കാൾ വലിയൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നെങ്കിൽ, ദൈവത്തെ അവിശ്വസിക്കാതെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നെങ്കിൽ മരുഭൂമിയുടെ അനുഭവം ഉണ്ടാകത്തില്ല. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു. ആ ഭാഗം നമ്മൾ വായിച്ചല്ലോ, നിവാസികളുടെ ദുഷ്ടത നിമിത്തം നദി ഇപ്പോൾ ഇല്ല, അത് മരുഭൂമിയായി. സമ്പുഷ്ടമായിരുന്ന, നീരൊഴുക്കുള്ള, തണുപ്പ് നൽകുന്ന, ഫലപുഷ്ടമായത് പലതും ഇന്നില്ലാതായി, അത് മരുഭൂമിയായി മാറി. അടുത്തത് നീരുറവ, ഉറവകൾ പലതും വറ്റിപ്പോയി, അതിന്ന് വരണ്ട നിലമായി.
ഫലപുഷ്ടമായ ഭൂമി ഇന്ന് പ്രയോജനമില്ലാത്ത ചാവുകടൽ സമാനമായി മാറിയതിൻ്റെ കാരണം ഈ പ്രഭുക്കന്മാർ ദൈവത്തെക്കാൾ ഉപരി അവരെ ഉയർത്തിയതാ കാരണം. ഇതിൻ്റെ തിക്തഫലം അനുഭവിച്ചത് ഒരു ജനസമൂഹം മുഴുവനാണ്. നമ്മൾ ഓർക്കണം, ആ ഭാഗം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, 2 പേര് നിന്നുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. നിങ്ങളങ്ങനെ പറയരുത്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് ജയിക്കാൻ കഴിയും. പക്ഷെങ്കിൽ നമുക്കറിയാമല്ലോ ലോകത്തിൻ്റെ ഗതി, ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിന് എപ്പോഴും വിലയുള്ളത്. ഈ 12 പേര് പോയതിൽ 2 പേര് കിടന്ന് നിലവിളിച്ച് പറഞ്ഞപ്പോഴും ജനം പറഞ്ഞു 10 പേര് കണ്ടതില്ലേ ശരി. 2 പേര് ആത്മീയരായിരിക്കും, കാര്യമൊക്കെ ശരിയാ, അവർ ചിലപ്പം വേദവസ്തുമായിരിക്കും പറയുന്നത്, അവർ വിശ്വാസമായിരിക്കും പറയുന്നത്. പക്ഷെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുമ്പം ബുദ്ധിപരമായിട്ട് ചെയ്യണ്ടേ. 10 പേര് മിനിമം 50-50 ആണെങ്കിൽ നമുക്ക് അങ്ങ് അംഗീകരിക്കാമായിരുന്നു. 10 പേരും എന്തോ പറഞ്ഞ് ഇത് നടക്കത്തില്ല. അപ്പം വില കൊടുത്തത് എന്തിനാ? ഭൂരിപക്ഷത്തിനാ? അല്ലേ എന്നോട് പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ഉപരി ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വില കൊടുത്തപ്പം അതിൻ്റെ തിക്തഫലമായിട്ട് അവരോട് മരുഭൂമിയിലൂടെ ചുറ്റേണ്ടി വന്നു. അടുത്തൊരു ഭാഗം കൂടെ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം. 40-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോട്ടെ. അവിടെ ഈ പ്രഭുക്കന്മാർക്ക് പറ്റിയൊരു പരാജയം കൂടെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പരാജയമല്ല, അവർക്ക് ദൈവം കൊടുത്തൊരു ശിക്ഷയാണ്. അടുത്തത് മതി. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഈ പ്രഭു, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെക്കാൾ ഉപരി തന്നെ ഉയർത്തി. ഈ പ്രഭുവിൻ്റെ നിമിത്തം നദി വറ്റി, ഉറവയില്ലാതായി, ജനം തിക്തഫലം അല്ലെങ്കിൽ കഷ്ടത അനുഭവിച്ചു. ഇനിയും ഈ പ്രഭുവിന് സംഭവിച്ചത് അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, വഴിയില്ലാത്ത ശൂന്യപ്രദേശത്ത് അവരെ ഉഴലുമാറാക്കി. ഇങ്ങനത്തെ ഈ വഴിയില്ലാത്ത ശൂന്യപ്രദേശം, അവിടെ മനുഷ്യനില്ല, വഴിയില്ല. നമുക്കറിയാം, മരുഭൂമിയിലൂടെ യാത്ര ചെയ്താൽ ലക്ഷ്യം തെറ്റിപ്പോവും, അടയാളങ്ങളൊന്നുമില്ല, മണൽപ്പരപ്പ് നീണ്ടു കിടക്കുമ്പോൾ ഇതുവഴി എങ്ങോട്ട് പോകുന്നു, എവിടെ ചെന്ന് അവസാനിക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. ആത്മീയാർത്ഥത്തിൽ ഞാൻ ആ ഭാഗം എന്ന് പറഞ്ഞാൽ, വഴിയില്ലാത്ത ശൂന്യപ്രദേശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ചിന്താക്കുഴപ്പത്തിലാവുക. ഇനിയും അവരവരൊന്ന് ചോദന ചെയ്തോണം. ഏതെങ്കിലും വിഷയത്തിൽ ആകെ അങ്ങ് കൺഫ്യൂസ്ഡായി, ഒരെത്തും പിടിയും കിട്ടുന്നില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എന്നാ? ഈ ഒരൊറ്റ വാക്യത്തിൽ അവിടെ നിന്ന് കയറി വന്നാൽ മതി, വഴിയില്ലാത്ത ശൂന്യപ്രദേശത്തെത്തി. കാരണം എന്നാ? ദൈവത്തിന് മഹത്വം കൊടുത്തില്ല, അത്രയേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് അറിയാത്ത, ചിലപ്പോൾ ചില കേസുകളൊക്കെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അനുഭവത്തിൽ ഒരുപക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല ഈ വിഷയത്തിന്മേൽ എന്ന് ചില വിഷയത്തെ നോക്കിക്കൊണ്ട് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ വഴിയില്ലാത്ത ശൂന്യപ്രദേശത്താണ്. വഴിയില്ലാത്ത ശൂന്യപ്രദേശത്തെത്തിയെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ ആ പ്രബുദ്ധം അല്ലെങ്കിൽ എൻ്റെ ഔന്നത്യം, ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ചിന്തയിൽ ദൈവത്തെ ഞാൻ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിയിട്ട് എൻ്റെ ചിന്താഗതിക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ നയിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ ഇന്നാ ഒന്ന് പോയെ, നിൻ്റെ യാത്ര എനിക്കൊന്ന് കാണണം. കാരണം ഇപ്പോൾ ദൈവം കൂടില്ലാത്ത വഴി, അല്ലെങ്കിൽ അതിന് 1-2 വ്യാഖ്യാനം ഞാനൊന്ന് കൊടുക്കാം. ദൈവമില്ലാത്ത ജീവിതം ലക്ഷ്യമില്ലാത്ത യാത്രയാണ്. യാത്ര ചെയ്യുന്നുണ്ട്, എങ്ങോട്ടാ അറിയത്തില്ല, ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ലക്ഷ്യമില്ല, കാരണം ആര് കൂടില്ല. അടുത്തൊരു ചിന്തയോടെ വേണമെങ്കിൽ അതിനിങ്ങനെ പറയാം, ദൈവത്തെ ഒഴിവാക്കിയാൽ എൻ്റെ വഴി തെറ്റും. എൻ്റെ വഴികാട്ടി ആരാ? ദൈവമാ. നമുക്കറിയാം, പ്രവചന പുസ്തകത്തിലൊരു ഭാഗത്ത് യെശയ്യാവിൽ പറയുന്നുണ്ട്, വഴിപോക്കൻ പോഷന്മാരെങ്കിലും വഴി തെറ്റാതിരിക്കാൻ പുറകിൽ നിന്നൊരു ശബ്ദമുണ്ട്. അതായത് നടത്തുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ഓർക്കണം, ദൈവം എൻ്റെ മുമ്പിൽ നടക്കും, എൻ്റെ പിന്നിലും നടക്കും. ചില സാഹചര്യത്തിൽ എന്നെ വഴി കാട്ടാനായിട്ട് ദൈവം മുമ്പിൽ പോകും. ചിലപ്പോൾ എന്നെ മുമ്പിൽ നടത്തിച്ച് ദൈവം കൂടെ നിൽക്കും. മോനെ, ഇന്നതാ വഴി. ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ, ഒരു നാൽക്കവലിലെത്തുമ്പോൾ, ഞാൻ എങ്ങോട്ട് തിരിയണമെന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദമുണ്ട്, ഇതാ വഴി, ഇതിലേ പൊക്കൊള്ളുക. ഈ വഴി തെറ്റുന്നതിൻ്റെ കാരണം കൂടെ വഴി നടത്തിപ്പുകാരനില്ലാത്തതാണ്. ഇതിൻ്റെ എല്ലാം കാരണം ദൈവമക്കൾ തിരിച്ചറിഞ്ഞോണം. ഞാൻ എന്നോ പ്രഭുവായി, യെസ് ഹല്ലേലൂയ,
സമാധാനത്തിൻ്റെ പ്രഭുവിനെ അല്ലെങ്കിൽ എന്നെ വഴി നടത്തേണ്ട ദൈവത്തെ ഞാൻ മാറ്റി നിർത്തിക്കൊണ്ട് ഞാൻ പ്രഭു ആയപ്പോൾ എൻ്റെ വഴി തെറ്റുക. ഇന്ന് പകൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? കർത്താവേ, പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുന്നൊരു ദൈവമുണ്ടെന്ന് വചനത്തിൽ ഞങ്ങൾ വായിച്ചെങ്കിൽ, കർത്താവേ, ഞാൻ ദൈവമല്ല, ഞാൻ പ്രഭുവല്ല, എന്നെ എത്ര ഉയർത്തിയാലും എനിക്ക് മീതെ ഒരു അത്യുന്നതനുണ്ടെന്നുള്ള ബോധ്യത്തോട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ എൻ്റെ ജീവിതം ധന്യമായി മാറും. അല്ല എങ്കിൽ എനിക്ക് വഴി തെറ്റും, എനിക്ക് മരുഭൂമി ഉണ്ടാകും, എൻ്റെ ഉറവകൾ ചിലത് വറ്റും. ദൈവം എന്നെ ചില മരുഭൂമിയിലൂടെ വരണ്ട നിലത്തിലൂടെ നടത്താനിടയാകും. കർത്താവേ, എനിക്കതിനിട വരരുത്. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറാൻ കർത്താവ് നമുക്കിടയാകട്ടെ. പ്രഭുക്കന്മാർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം, രണ്ട് കാര്യം കൂടെ ഉറപ്പിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഈ പ്രഭുക്കന്മാർ ചെയ്തൊരു കാര്യത്തെക്കുറിച്ച്, ചെയ്യാഞ്ഞൊരു കാര്യം, അതിൻ്റെ 107 സങ്കീർത്തനം നിന്ന് എടുത്തേ, 31, 32 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ, അടുത്തുകൂടെ മതി. പ്രഭുക്കന്മാരെ നല്ല സകലരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ആ 31 വാക്യം നമ്മൾ വായിച്ചല്ലോ, അവർ യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ഇവരെന്ത് ചെയ്തില്ല? സ്തുതിച്ചില്ല. 32 വാക്യം, അവർ ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ ഇതും ചെയ്തില്ല. വ്യക്തമായി ഓർക്കണം, ആ ഭാഗം ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തണം, ഒറ്റയ്ക്ക് ആരാധിക്കണം, സഭയായി കൂടി വരുമ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. മൂപ്പന്മാരുടെ സംഘത്തിൽ, ഒരുമിച്ച് കൂടുന്ന സംഘത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഇത് ചെയ്യാഞ്ഞത് നിമിത്തം ദൈവം അവരെ മരുഭൂമിയിലൂടെ നടത്തി. ജീവിതത്തെ വളരെ ഗൗരവത്തോടെ ദൈവമക്കളെ കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ മരുഭൂമിയിലൂടെ, ഏകാന്തതയിലൂടെ എന്ത് ചെയ്യണമെന്നറിയാതെ വഴിതെറ്റി ലക്ഷ്യമില്ലാതെ എൻ്റെ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നെങ്കിൽ, എവിടെയോ മരുഭൂമി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതിരുന്നതിൻ്റെ തിക്തഫലമാണ്. കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം തരാൻ, കൊടുക്കുവാൻ എന്നെ ബലപ്പെടുത്തണമേ. നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഒരു ഭാഗം കൂടി ഞാൻ ഓർപ്പിക്കാം. ഈ പ്രഭു ആയാൽ നമ്മൾ ഓർക്കണം, ദൈവം നമ്മളെ ഉയർത്തുമ്പോൾ ഞാൻ അവിടെ പ്രഭു ആകരുത്. ദൈവം എത്ര ഉയർത്തിയാലും പറഞ്ഞോണം, എൻ്റെ മുകളിൽ ആരുണ്ട്? ദൈവമുണ്ട്, ഞാൻ ഒന്നുമല്ല കർത്താവേ എന്നങ്ങ് പറഞ്ഞോണം. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാമോ? 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. പ്രഭു ആയാലുള്ളൊരു പ്രശ്നം കൂടെ കാണിക്കാം അവിടെ. ആ മതി. ആ ഭാഗം നമ്മൾ വായിച്ചല്ലോ. എന്നാൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യും. ഞാൻ എത്ര ഉയർന്നാലും താഴ്മയുണ്ടോ, ദൈവം എന്തോ തരും? കൃപ തരും. ഞാൻ പ്രഭുവാന്നും പറഞ്ഞ് നിന്നാലുള്ള പ്രശ്നം എന്നാ? ആ വാക്യത്തിൽ തന്നെ ഉണ്ടല്ലോ, നിഗളികളോട് ദൈവം എതിർക്കും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ഉന്നതരാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മളൊന്നുമില്ല. ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ, അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധനായ മനുഷ്യൻ, ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ ആരുമാകട്ടെ, എത്ര ഉറച്ചു നിന്നാലും വേദോസം പറയുന്നു ഒരു ശ്വാസമാണ്. ആ ശ്വാസം തീരുന്നത് വരെ എല്ലാം ഉള്ളോ നമ്മുടെ ഈ അഹങ്കാരവും അധികാരവും എല്ലാം. ശ്വാസം എൻ്റെ ദൈവം എടുത്താൽ എന്ന് വരെ തരുന്നോ അന്ന് വരെ ഞാൻ ജീവിക്കുന്നുള്ളൂ. നമുക്കറിയാമല്ലോ, അത്യാസന്ന നിലയിലെത്തുമ്പോൾ ഒരുപക്ഷെ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടൊക്കെ കൃത്രിമമായി അല്പനേരത്തേക്കൊക്കെ കൊണ്ടുപോയി എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം നിശ്ചയിച്ചൊരു സമയമുണ്ട്, അന്ന് ആ ശ്വാസം തീരും. ഇത്രയേ ഉള്ളൂ മനുഷ്യനെന്ന് ഏത് പ്രഭുവും ഓർത്താൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. ഇല്ല എങ്കിൽ ഞാൻ അഹങ്കരിക്കും. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നിഗളികളോട് എതിർത്ത് നിൽക്കും. ഞാൻ പ്രഭുവാണ്, ഞാൻ എന്തൊക്കെയോ ആണെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത കയറിയാൽ ഓർത്തോണം, ദൈവം എതിർത്ത് നിൽക്കും. ദൈവം എനിക്കെതിരാണെങ്കിൽ ആരാ എനിക്ക് അനുകൂലം? റോമാലേഖനത്തിൽ ഇപ്രകാരം ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? തിരിച്ചൊന്ന് ചിന്തിക്കാമോ? ദൈവം പ്രതികൂലമെങ്കിൽ ആരാ അനുകൂലം?
ദൈവം പ്രതികൂലമായാൽ ലോകത്തൊരു ശക്തിക്കും അനുകൂലമായി നിൽക്കാൻ കഴിയത്തില്ല. നിന്നാലും ദൈവത്തിനെതിരെ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ദൈവം എന്നെ പ്രഭുവാക്കിയാലും, എന്നെ എത്ര ഉന്നതമായ നിലയിൽ എത്തിച്ചാലും, കർത്താവേ, ഭൗതികമായോ മാനസികമായോ ശാരീരികമായോ ഞാനിവിടെ ചോദിച്ചതെല്ലാം എനിക്ക് തന്നാലും, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഏറ്റവും ഉന്നതനായി തീർന്നാലും, കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഒന്നുമല്ലെന്ന് ഒരു തോന്നൽ എനിക്ക് തരണം കർത്താവേ. ആ ബോധ്യം എനിക്ക് തരണം കർത്താവേ. പ്രഭുവായി അഹങ്കരിക്കാൻ ഇടവരരുത്. പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുന്നൊരു ദൈവമാണ്. കൃപ, ദൈവകൃപ. ഞാനധികം മുന്നോട്ട് പോകാതെ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ ദൈവം എത്ര മാനിച്ചാലും എത്ര ഉയർത്തിയാലും ജീവിതയാത്രയിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഞാൻ വെറും ശ്വാസമാണ്, ഞാൻ ഒന്നുമല്ല കർത്താവേ. ഈ ബോധ്യം ഉള്ളിൽ വന്നാൽ നമുക്ക് രക്ഷപ്പെടാം. പിശാച് നമ്മുടെ ഉള്ളിൽ കൊണ്ടുതരും, നീ ഇന്നാര, നീ ഇത്ര ലെവലിലെത്തി. ഇല്ല, ഞാൻ ഒന്നുമല്ലെന്നങ്ങ് പറ. യെസ്, ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, കർത്താവേ, അങ്ങ് തന്നതാ. ദാവീദ് ആ ദേവാലയം കൊട്ടാരമൊക്കെ പണിത് അതിൽ പാർക്കുമ്പോൾ താൻ പാടിയൊരു പാട്ട് അല്ലെങ്കിൽ ഒരു സാക്ഷ്യമുണ്ടല്ലോ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവേ ഞാൻ എന്തുള്ളൂ, എൻ്റെ ഗ്രഹവും എന്തുള്ളൂ. യെസ്, ഹല്ലേലൂയ. ആടിനെ തീറ്റി നടന്നവൻ അട്ടിടയൻ്റെ വീട് രാജാവിൻ്റെ വീടായി മാറി. ഇന്നലെ വരെ അറിയപ്പെട്ടത് അട്ടിടയൻ്റെ വീടെന്നാണ്. ആ വീട് കൊട്ടാരമെന്നറിയപ്പെട്ടപ്പോൾ, രാജാവിൻ്റെ വീടെന്നറിയപ്പെട്ടപ്പോൾ അഹങ്കരിക്കാൻ സാധ്യതകളുണ്ട്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, കർത്താവേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ഒന്നുമല്ല കർത്താവേ. ഈ ബോധ്യം ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുന്നൊരു ദൈവമുണ്ട്. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഒരു തോന്നൽ ഉണ്ടാകരുത്, ഞാനൊരു പ്രഭുവാണെന്നൊരു തോന്നൽ ഉണ്ടാകരുത്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, പ്രഭു എന്ന് തോന്നിയാൽ എൻ്റെ പ്രശ്നം, എനിക്ക് ആരാധിക്കാൻ കഴിയത്തില്ല, എനിക്ക് സ്തുതിക്കാൻ കഴിയത്തില്ല. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വാക്യത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ, ആ 32-ാം വാക്യം, ജനത്തിൻ്റെ സഭയിൽ അവനെ പുകഴ്ത്തുകയും മൂപ്പന്മാരുടെ സംഘത്തിൽ അവനെ സ്തുതിക്കുകയും ചെയ്യട്ടെ. എന്നാൽ ഈ പ്രഭുക്കന്മാർ മൂപ്പന്മാരുടെ സംഘത്തിൽ ദൈവത്തെ സ്തുതിച്ചില്ല. അതിൻ്റെ ഫലമായി ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവം വരുത്തുന്ന പാപ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ 3 കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു, മറക്കരുത്. 1, അവർ ദൈവത്തെ സ്തുതിച്ചില്ല. 2, അവർ അഹങ്കരിച്ചു. 3-ാമത്തെ കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, പ്രഭുക്കന്മാർ അവിശ്വസിച്ചു, ദൈവത്തെ വിശ്വസിച്ചില്ല. ഇത് മാറാൻ ഈ 3 കാര്യം അങ്ങ് ചെയ്താൽ മതി. സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ വിശ്വസിക്കണം, ദൈവത്തിന് കൊടുക്കേണ്ട എല്ലാ മഹത്വവും മാനവും കൊടുക്കാൻ തയ്യാറാകണം. ഒരു ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ശാപം മാറാൻ ഞാൻ പറഞ്ഞല്ലോ, ശാപം 3 കാര്യമാണ് പറഞ്ഞത്. 1, ദൈവത്തെ സ്തുതിക്കണം. 2, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം. 3, ദൈവത്തെ വിശ്വസിക്കണം. ഇന്നത്തെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് 1-ാമത്തെ ഭാഗം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ സ്തുതിച്ചാൽ എൻ്റെ എല്ലാ പ്രശ്നവും അവിടെ മാറും. യെസ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രഭുവാണെന്നും പറഞ്ഞ് ഞാൻ സ്തുതിക്കാതിരുന്നാൽ എൻ്റെ ഉറവ വറ്റും, മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. തീർന്നില്ല. 40-ാം വാക്യം നമ്മൾ വായിച്ച കുറുവാക്യത്തിൽ വായിച്ചല്ലോ, പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരും. പ്രഭുവായിരുന്നു. ഈ മരുഭൂമി ആയപ്പോൾ, ഉറവ വറ്റിയപ്പോൾ, ഫലപ്രദമായ ദേശം ഉവർനിലമായപ്പോൾ നാട്ടുകാർ നിന്ദിക്കാൻ തുടങ്ങി. ഒരു കാലത്ത് എന്തൊക്കെയോ ആയിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഈ നിന്ന വരാതിരിക്കാൻ ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. യെസ്, ഹല്ലേലൂയ. സ്തുതിച്ചാലുള്ള ഗുണം 2-3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നിർത്താട്ടെ. പ്രൈസ് ഗോഡ്, സ്തോത്രം. 2 ദിനവൃത്താന്തങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങൾ 13-14 വാക്യങ്ങളൊന്ന് വായിച്ചു. കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ
അതെ, ആ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. 13-ാം വാക്യത്തിൽ കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളും കൂടും വയദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാറ് യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അടുത്ത വാചകം ശ്രദ്ധിച്ചോ, ഒന്നുകൂടെ വായിച്ചോളൂ. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിൽ ഒരു മേഘം നിറഞ്ഞു. തീർന്നില്ല. യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു. മതി, തൽക്കാലം അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. ദൈവത്തെ സ്തുതിച്ചാൽ ഉള്ള ഗുണം അവിടെ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തേജസ് കൊണ്ട് നിറയും. നമുക്കറിയാം, തേജസ് വെളിച്ചമാണ്. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങുന്നിടത്ത് മറ്റു ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ തേജസ് എവിടേക്ക് വരുമോ അവിടെ ഇരുട്ട് മാറും. ഇരുട്ടിൻ്റെ പ്രവർത്തികൾ സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ 104-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഇരുട്ടത്ത് കാട്ടുമൃഗങ്ങൾ സഞ്ചാരം തുടങ്ങും. പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത് ഇരുട്ടത്താണ്. എന്നാൽ ദൈവജനം സ്തുതിക്കുമ്പോൾ ആലയം തേജസ് കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ, യെസ് ഹല്ലേലൂയ, ചില ഇരുളിൻ്റെ ശക്തികൾ ഇന്നലെ നാശം വരച്ച, ഇന്നലകളിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരുന്ന, ചില നന്മകളെ കെടുത്തിക്കൊണ്ടിരുന്ന ചില ഇരുളിൻ്റെ ശക്തികൾ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയാൽ അവിടം വിട്ടുമാറുമെന്ന് ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. ആലയത്തിൽ തേജസ് നിറയണമെങ്കിൽ ആലയത്തിൽ സ്തുതി സ്തോത്രം ഉയരണം. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തോട് നമുക്കിങ്ങനെ പറയാൻ കഴിയണം: ഞാൻ പ്രഭുവാണെന്നും പറഞ്ഞിരുന്നാൽ എൻ്റെ ചില നന്മകളാണ് നഷ്ടപ്പെടുന്നത്. എന്നാൽ സ്തുതിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ തേജസ് അവിടേക്ക് ഇറങ്ങി വരും. ഭവനാന്തരീക്ഷത്തിലേക്ക് ദൈവമക്കൾ ഇന്ന് പകൽ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ കേൾപ്പിച്ച് പറ: എൻ്റെ ഭവനത്തിൻ്റെ അകത്തേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരാമെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ചില ഇരുളിൻ്റെ ശക്തികൾ നിങ്ങളുടെ ഭവനം വിട്ട് മാറും. ഓ കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. കൃപ, ദൈവകൃപ, ദൈവകൃപ. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഹല്ലേലൂയ. ദൈവമക്കൾ വളരെ ഗൗരവത്തോടെ ഓർക്കണം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക: കർത്താവേ, അവരുടെ മേൽ തേജസ് ഉദിക്കണം. യെസ്, ഹല്ലേലൂയ. അവരുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചാൽ അവരെ അലട്ടുന്ന ഇരുളിൻ്റെ ശക്തികൾ അവരെ വിട്ടു മാറും. ഉപദേശങ്ങളുടെ ഒന്നും ഒത്തിരി ആവശ്യമില്ല. ഉപദേശിക്കേണ്ടതല്ല ഞാൻ പറഞ്ഞത്, ഉപദേശമില്ലാതെ തന്നെ യെസ് ഹല്ലേലൂയ തേജസ് പ്രകാശിക്കാമെങ്കിൽ അവരുടെ ഭാവി ധന്യമാകും. സൂര്യനെ പോലെ ഉദിച്ച് ഉയരുന്ന ഭാവിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, യഹോവയുടെ തേജസ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഉദിക്കണമേ. യേശുവേ, കൃപ, ദൈവകൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കൃപ, ദൈവകൃപ. ഒരു വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. മതി. ദൈവത്തിൻ്റെ തേജസ് പ്രത്യക്ഷമാകും. എപ്പോഴാ? സ്തുതിക്കാൻ തയ്യാറാകാമെങ്കിൽ. അവിടെ വായിച്ചു തുടങ്ങി ഇങ്ങനെയാണല്ലോ: അന്ധകാരം ഭൂമിയെയും
കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ജാതികളെ കൂരിട്ട് മൂടുമ്പോൾ, ചുറ്റുപാടുകളെ കൂരിട്ട് മൂടുമ്പോൾ, അനേക തലമുറകളെ കൂരിട്ട് മൂടുമ്പോൾ, ദൈവമക്കളെ, അവരുടെ ഡിഗ്രി ഒന്നും ഒരു വിഷയമല്ല. അതൊക്കെ തരേണ്ട സമയത്ത് ദൈവം കൊടുത്തോളും. അവരുടെ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിക്കണം കർത്താവേ. യെസ്, ഹല്ലേലൂയ. തേജസ് ഉദിക്കാമെങ്കിൽ ഇരുള് മാറും. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഹളക്കാരും സംഗീതക്കാരും ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചപ്പോൾ ആലയം തേജസ് കൊണ്ട് നിറഞ്ഞെങ്കിൽ ഈ ദിവസങ്ങൾ ദൈവമക്കളെ, ആരാധനാലയം മാത്രമല്ല, നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മൾ ഇടപെടുന്നിടങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ തേജസ് കൊണ്ട് നിറയാൻ കർത്താവെ സ്തുതിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവെ. ഞാൻ സ്തുതിച്ചില്ലെങ്കിൽ നിന്ന പകരുമല്ലോ, എന്നാൽ സ്തുതിച്ചാൽ ദൈവത്തിൻ്റെ തേജസ് എൻ്റെ മേൽ ഉദിക്കും. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാനൊരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ആരൊക്കെ സ്തുതിക്കണം? 148 സങ്കീർത്തനം നമുക്കറിയാമെങ്കിലും ഒന്ന് വായിച്ച് വേഗത്തിൽ വായിച്ചങ്ങ് അവസാനിപ്പിച്ചേക്കാം. രണ്ടാം വാക്യം മുതൽ ഒന്ന് വായിച്ചേട്ടെ. 148 സങ്കീർത്തനത്തിൻ്റെ 2 മുതൽ 1-2 വാക്യങ്ങൾ. അവിടെ വായിച്ചു തുടങ്ങി നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ദൈവത്തിൻ്റെ ദൂതന്മാരോട് പറയുകയാണ്, നിങ്ങൾ സ്തുതിക്കണം. ദൂതന്മാർ, ഉന്നതന്മാർ, അവർ സ്തുതിക്കണം. അടുത്ത് സർവ്വ സൈന്യം, സൈന്യത്തിന് അധികാരമുണ്ട്, യുദ്ധം ചെയ്യേണ്ട സൈന്യമാണ്. ആ സൈന്യത്തോട് പറയുകയാണ്, നിങ്ങൾ മിലിറ്ററിയാണ്, നിങ്ങൾ ശക്തന്മാരാണ്, പക്ഷേ നിങ്ങളും എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. സൂര്യചന്ദ്രൻ നമുക്കറിയാം പ്രകാശം തരുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാ, പക്ഷെങ്കിൽ അവരോട് പറയുകയാണ് നിങ്ങൾ സ്തുതിക്ക്. പ്രകാശമുള്ള അടുത്ത് മതി. അങ്ങനെയെങ്കിൽ സ്തുതിക്കേണ്ടത് ആരൊക്കെയാ? സകല ചരാചരങ്ങളോടും പറയുകയാണ്, ദൂതന്മാർ, ശക്തന്മാർ, സൈന്യം, ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ. ഞങ്ങൾ സൈന്യമാ, അതുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കേണ്ടതെന്നല്ല, നീയും സ്തുതിക്കണം. സൂര്യനോട് പറയുകയാണ്, നീ വെളിച്ചം തരുന്നുണ്ട്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെങ്കിൽ നീയും സ്തുതിക്കണം. ചന്ദ്ര, നീ രാത്രിയിൽ വെളിച്ചം തരുന്നുണ്ട്, നക്ഷത്രങ്ങളിൽ നിങ്ങൾ പ്രകാശം തരുന്നുണ്ട്, പക്ഷേ നീയും സ്തുതിച്ചേ മതിയാവുകയുള്ളൂ. ഇന്ന് പകൽ ദൈവമക്കളെ തിരിച്ചറിയണം, സകലരും ദൈവത്തെ സ്തുതിച്ചേ മതിയാവുകയുള്ളൂ. തൽക്കാലം അവിടെ നിർത്തിയിട്ട് 7-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. അങ്ങനെയെങ്കിൽ ഓർത്തോണം, തിമിംഗലം നമുക്കറിയാം സമുദ്രത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. അതിനോട് പറയുകയാണ്, ചെറുമീൻ സ്തുതിച്ചോളാനല്ല പറയുന്നത്. നീ തിമിംഗലമാ, പക്ഷെ നീ എന്തോ ചെയ്യണം? നീയും സ്തുതിച്ചോണം. അല്ലാതെ കൊച്ചു മത്സ്യങ്ങൾ മാത്രമല്ല സ്തുതിക്കേണ്ടത്. നീ തിമിംഗലമാണെങ്കിലും, നീ ഏറ്റവും ഉന്നതനാണെങ്കിലും നീ സ്തുതിച്ചേ മതിയാവുകയുള്ളൂ. വായിച്ചോളൂ. ഒരു മിനിറ്റ് നിർത്തണേ, അവിടെ വീണ്ടും ആ ഭാഗം വരുന്നുണ്ട്. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും, ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും. ഏറ്റവും ഉന്നതന്മാരെ എടുത്ത് കാണിക്കുകയാണ്. രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, ന്യായാധിപന്മാർ. സ്ഥാനം അവിടെ പ്രശ്നമല്ല. എത്ര ഉന്നതനാണെങ്കിലും ദൈവവും ഭാഗെ ഒന്നുമല്ലെന്ന് സമ്മതിച്ചുകൊണ്ട് സ്തുതിക്കാൻ തയ്യാറാകണം. അടുത്തത് യുവാക്കളും യുവതികളും. മതി. സകലരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും, ആ ബാലവൃദ്ധം സകലരെയും ഉൾക്കൊള്ളുകൊണ്ട് പറയുകയാണ്, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ, അവൻ്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്. ഇന്ന് പകൽ ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർപ്പിച്ചോട്ടെ, ദൈവത്തെ സ്തുതിക്കാൻ, ആ സ്തുതിക്കുന്ന പ്രക്രിയയിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ കഴിയത്തില്ല. ഞാൻ പ്രഭുവായി ഉയർന്നെന്ന് കണ്ട് എനിക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല. പ്രഭു സ്തുതിക്കാതിരുന്നാൽ ദൈവം നിന്ന പകരും. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, പ്രഭുവാണെങ്കിലും സ്തുതിക്കാനുള്ള കൃപ തരണമേ. കൃപ, ദൈവകൃപ. ഇന്ന് പകൽ എത്ര പേർക്ക് ഈ വചനത്തിനു മുമ്പാകെ തങ്ങളെ തന്നെ ഏൽപ്പിക്കാൻ കഴിയും?
ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം, ഒരുമിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. യെസ്, ഹല്ലേലൂയ. ദൈവസഭയിൽ, പ്രഭുക്കന്മാരുടെ സംഘത്തിൽ, മൂപ്പന്മാരുടെ സഭയിൽ സ്തുതിക്കട്ടെ എന്നുള്ള വാക്ക് പ്രഭുക്കന്മാർ അനുസരിക്കാഞ്ഞത് നിമിത്തം ദൈവം അവരെ വഴിയില്ലാത്ത ശൂന്യപ്രദേശത്തോട് ഉഴലുമാറാക്കി. അവരുടെ ചില നദികളെ വറ്റിച്ചു, നീരുറവുകളെ ദൈവം ഇല്ലാതാക്കി. ഫലപുഷ്ടമായത് പലതും ഇല്ലാതായത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാഞ്ഞതിൻ്റെ ഫലമാണ്. ഇന്ന് പകൽ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ആരാണെന്നുള്ളതല്ല വിഷയം, ഞാൻ ആരുടെ മുമ്പിലാണ് വന്നതെന്നുള്ളതാ വിഷയം. 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ കടന്നു വരാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ആ സർവശക്തൻ്റെ മുമ്പാകെ വരുമ്പോൾ ഞാൻ ഒന്നുമല്ലെന്ന് സമ്മതിച്ച് ആ സർവശക്തൻ്റെ മുമ്പാകെ ഞാൻ സ്തുതിക്കാൻ തയ്യാറാകുമെങ്കിൽ ഇന്ന് പകൽ അല്പസമയം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവമക്കൾ സ്വയശോധനയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകാമോ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയത് സ്തുതി ഉയർന്നപ്പോഴാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അക്ഷരികമായ ആ ദേവാലയത്തിൽ തേജസ് പ്രകാശിച്ചെങ്കിൽ കർത്താവേ, എന്നെ ഇന്ന് ദേവാലയമാക്കി വെച്ചിരിക്കുകയാ, ദൈവം വസിക്കുന്ന ആലയമാക്കി എൻ്റെ ശരീരത്തെ വെച്ചിരിക്കുകയാ. എൻ്റെ ശരീരമാകുന്ന ആലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് പ്രകാശിക്കണമെങ്കിൽ ഇന്ന് പകൽ ഞാൻ സ്തുതിക്കാൻ തയ്യാറാകാമെങ്കിൽ എൻ്റെ ശരീരം തേജസ് കൊണ്ട് നിറയും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഒരുമിച്ച് അല്പസമയം കരങ്ങൾ അടിച്ച് വാ തുറന്ന് ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കാമെങ്കിൽ ആ തേജസ്സിനാൽ നിങ്ങൾ നിറയാൻ പോവുകയാണ്. നിങ്ങളുടെ ഭവനം നിറയാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ മേൽ ആ തേജസ് വ്യാപരിക്കുകയാണ്. ആ തേജസ്സിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഇരുൾ അവിടെ നിന്ന് വിട്ടുമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. സ്തുതിക്കുന്നതിൽ നിന്ന് ദൈവവചനം ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാട്ട്, കർത്താവേ, സ്തുതിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. അല്പസമയം ദൈവത്തിന്റെ മഹത്വം കരേറ്റിക്കോ. അന്യഭാഷകൾ ആരാധിക്കാൻ കഴിയുന്നവർ അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചോ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കരേറ്റിക്കോ. യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവകൃപ വ്യാപരിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവ തേജസ്സിനാൽ ഞങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ. റിക്തതാ ജയം, റിക്തതാ ജയം, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പറയാം, കർത്താവേ, പ്രഭുവാണെങ്കിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തില്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ മേൽ നിന്ന പകരുന്നൊരു ദൈവമാണ്. അവരെ ഉഴലുമാറാക്കും, ചിന്താക്കുഴപ്പത്തിലെത്തിക്കും, വഴി തെറ്റും. എന്ത് ചെയ്യണമെന്നറിയാതെ ദൈവത്തെ കൂടാതുള്ള യാത്ര വഴി തെറ്റിയുള്ള യാത്രയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അതുണ്ടാകരുത് കർത്താവേ. എത്ര ഉയർത്തിയാലും എൻ്റെ നാവിന്മേൽ സ്തുതി വേണം കർത്താവേ. ബോധ്യത്തോടെ നമുക്ക് ദൈവം കൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങൾ അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളിവിടെ അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.